സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ അന്തരിച്ചു. കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് 20 വർഷമായി അബോധാവസ്ഥയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. റിയാദ് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വെച്ചായിരുന്നു അന്ത്യം. 36 വയസ്സായിരുന്നു രാജകുമാരന്. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് റിപ്പോർട്ട്. 20 വർഷം കോമയിൽ കിടന്നെങ്കിലും മകൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ ചികിത്സയും പ്രാർത്ഥനയും നടത്തി വരികയായിരുന്നു കുടുംബം. 2005 മിലിറ്ററി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് റോഡ് അപകടത്തിൽപ്പെട്ട് പ്രിൻസ് അൽ വലീദിന് തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി കോമയിലായത്. 20 വർഷമായി മെക്കാനിക്കൽ വെന്റിലേഷനെയും ഫീഡിംഗ് ട്യൂബിനെയും ആശ്രയിച്ച് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പിൻബലത്തിലാണ് രാജകുമാരൻ ജീവിച്ചത്. അവസാനമായി അദ്ദേഹത്തിന് ചെറിയ അനക്കമുണ്ടായത് 2019-ലാണ്. അന്ന് അദ്ദേഹം വിരൽ അനക്കുകയും തല ചെറുതായി ചലിപ്പിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തന്നെ ഡോക്ടർമാർ രാജകുമാരനെ ലൈഫ് സപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് അൽ വലീദ് ബിൻ തലാൽ അൽ സൗദ് ഇതിന് സമ്മതിച്ചില്ല. പിതാവ് ഖാലിദ് ബിൻ തലാലും അമ്മ രാജകുമാരി റീമ ബിൻത് തലാലും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബം രാജകുമാരൻ ആരോഗ്യവാനായി തിരിച്ചുവരുമെന്ന് അചഞ്ചലമായ പ്രത്യാശ പ്രകടിപ്പിച്ച് ചികിത്സ തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദൈവം മകന് മരണം വിധിച്ചിരുന്നെങ്കിൽ അന്നത്തെ അപകടത്തിൽ തന്നെ ജീവൻ നഷ്ടമാകുമായിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് മകന്റെ ജീവൻ ഇത്രയും കാലം വൈദ്യസഹായത്തോടെ നിലനിർത്തിയത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.